LDC കറണ്ട് അഫയർ സീരീസിലെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാളെ തിരുവനന്തപുരം ജില്ലക്കാർക്ക് പരീക്ഷയാണ്. പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ. എല്ലാവർക്കും നന്നായിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് കറണ്ട് അഫയേഴ്സിൽ കായിക രംഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ കായിക രംഗം എടുത്തു കഴിഞ്ഞാൽ ചിലരൊക്കെ ഈ കായിക രംഗം ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലേ? സ്പോർട്സിലൊക്കെ ആപ്റ്റിറ്റ്യൂഡുള്ള അഭിരുചിയുള്ള ആൾക്കാരായിരിക്കും. ചിലരൊക്കെ അങ്ങനെ ആയിരിക്കത്തില്ല. അപ്പോൾ അവർക്ക് ഈ ഫാക്റ്റുകളൊക്കെ ഓർത്തിരിക്കാനായി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ രണ്ട് കാറ്റഗറിയിൽ ഏത് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണെങ്കിലും ഞാൻ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും കേട്ടിട്ട് തന്നെ പരീക്ഷയ്ക്ക് പോവുക. വളരെ പ്രധാനപ്പെട്ട റീസെൻ്റായിട്ട് നടന്ന കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകം എടുത്തു പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ പരീക്ഷകളിലെല്ലാം പ്രധാനമായിട്ട് ചോദിച്ചൊരു സ്പോർട്സിലെ ചോദ്യമാണ് ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം ഏഷ്യൻ ഗെയിംസ് ആണ് 2023 എടുത്തു കഴിഞ്ഞാൽ ആ വർഷം നടന്ന പ്രധാനപ്പെട്ട സ്പോർട്സ് ഇവന്റ് എന്ന് പറയുന്നത് ഏഷ്യൻ ഗെയിംസ് ആണ്. അപ്പോൾ ഏഷ്യൻ ഗെയിംസിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ ക്ലാസ്സിൽ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം തന്നെ ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഫാക്റ്റുകളൊക്കെ പഠിച്ചതാണ്. ഈ ക്ലാസ്സിൽ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്തായിട്ട് സ്പെഷ്യലായിട്ട് പ്രത്യേകമായിട്ട് ഏഷ്യൻ ഗെയിംസിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ് മുഴുവനായിട്ട് കാണുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഈ ക്ലാസ്സിൻ്റെ PDF ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ ജേതാവായ ഏത് ഇന്ത്യൻ ഷൂട്ടറാണ് പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയത്? ഇപ്പോൾ പാരീസ് ഒളിമ്പിക്സ് ഇന്നു മുതൽ ആരംഭിക്കുകയാണ്, അല്ലേ? അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഇവന്റ് ആണ് ഈ വർഷത്തെ. അപ്പോൾ ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ ജേതാവായ ഏത് ഇന്ത്യൻ ഷൂട്ടറാണ്, കേട്ടോ, ഷൂട്ടിംഗ് ആണ്, പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയത്? പാലക് ഗുലിയയാണ്. ഹരിയാന സ്വദേശിനിയായ പാലക് ഗുലിയയാണ് പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയത്. ഏഷ്യൻ ഗെയിംസിൽ സ്വർണവും നേടി, കേട്ടോ. ഷൂട്ടിംഗ് ആണ് മത്സര ഇനം. അടുത്തത്, 2024 പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ സെയിലിംഗ് താരം വിഷ്ണു ശരവണൻ. 2024 പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ സെയിലിംഗ് താരമാണ് വിഷ്ണു ശരവണൻ. തമിഴ്നാട് സ്വദേശിയായ വിഷ്ണു ശരവണനാണ്. അടുത്തത്, ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിത. ബിൽക്കിസ് മിറാണ്, കേട്ടോ. ബിൽക്കിസ് മിറാണ് ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിത. ജമ്മു കാശ്മീർ സ്വദേശിനിയാണ്. 2024 പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിലാണ് ജൂറി അംഗമായി ജമ്മു കാശ്മീർ സ്വദേശിനിയായ ബിൽക്കിസ് മിർ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, ജമ്മു കാശ്മീർ സ്വദേശിനിയാണ്. അടുത്തത്, 2024 പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം നേടുന്നവർക്ക് ലോക അത്ലറ്റിക്സ് ഫെഡറേഷൻ പ്രഖ്യാപിച്ച സമ്മാന തുക $50,000 ആണ്, കേട്ടോ. $50,000 ആണ്. എന്തിനാണ്? 2024 പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം നേടുന്നവർക്ക് ലോക അത്ലറ്റിക്സ് ഫെഡറേഷൻ ആണ്, കേട്ടോ. ലോക അത്ലറ്റിക്സ് ഫെഡറേഷൻ പ്രഖ്യാപിച്ച സമ്മാന തുകയാണ് $50,000. എല്ലാ മത്സര ഇനത്തിലും അല്ല, അത്ലറ്റിക്സ് മത്സര ഇനത്തിൽ സ്വർണം നേടുന്നവർക്കാണ്. ഏകദേശം 48ഓളം അത്ലറ്റിക്സ് മത്സര ഇനങ്ങളുണ്ട്. ഓക്കെ, അടുത്തത്, പാരീസ് ഒളിമ്പിക്സ് ഇന്ത്യൻ സംഘത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് പിന്മാറിയ ബോക്സിംഗ് താരം. പാരീസ് ഒളിമ്പിക്സ് ഇന്ത്യൻ സംഘത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്ന്. അപ്പോൾ ഈ നേതൃസ്ഥാനത്തിന് ഒരു പ്രത്യേക പദവിയാണ്. ആ പദവിക്ക് ഒരു പേരുണ്ട്, ഷെഫ് ഡേ മിഷൻ എന്ന ഒരു പദവിയാണ്. ആ പദവിയിൽ നിന്ന് പിന്മാറിയ ഇന്ത്യൻ ബോക്സിംഗ് താരമാണ് മേരി കോം, കേട്ടോ. മേരി കോം ആണ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് ഷെഫ് ഡേ മിഷൻ എന്ന പൊസിഷനിൽ നിന്ന് പിന്മാറിയ ഇന്ത്യൻ താരം മേരി കോം ആണ്. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ വഹിക്കുന്ന ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ് അഭിനവ് ബിന്ദ്ര, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. കാരണം ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത സ്വർണ്ണ മെഡൽ ജേതാവ് അഭിനവ് ബിന്ദ്രയാണ്. അപ്പോൾ അഭിനവ് ബിന്ദ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ, ഈ വർഷത്തെ പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ വഹിക്കുന്നുണ്ട്. അടുത്തത്, തുടർച്ചയായ 2 ഒളിമ്പിക്സുകളിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം PV സിന്ധു ആണ്, അല്ലേ? നമ്മുടെ ഇന്ത്യൻ ബാഡ്മിന്റൺ താരമായ PV സിന്ധു ആണ് തുടർച്ചയായ 2 ഒളിമ്പിക്സുകളിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം. ഒരു വെള്ളിയും ഒരു വെങ്കലവും നേടിയിട്ടുണ്ട് തുടർച്ചയായിട്ട്, കേട്ടോ. അടുത്തത്, 2023 വർഷത്തെ മികച്ച ഗോൾ കീപ്പറിനുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം നേടിയ മലയാളി താരം PR ശ്രീജേഷ്, അല്ലേ? PR ശ്രീജേഷ്. നമുക്ക് ഹോക്കി എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ളവർക്ക്, മലയാളികൾക്ക് ആദ്യം വരുന്ന പേരാണ് PR ശ്രീജേഷ്. അപ്പോൾ 2023 വർഷത്തെ മികച്ച ഗോൾ കീപ്പറിനുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം, കേട്ടോ. ഹോക്കി ഇന്ത്യ പുരസ്കാരമാണ് നേടിയ മലയാളി താരമാണ് PR ശ്രീജേഷ്. അടുത്ത ചോദ്യം,
അടുത്തിടെ ഏഷ്യൻ അത്ലറ്റിക് കമ്മീഷൻ അംഗമായി നിയമിക്കപ്പെട്ട മലയാളി ഒളിമ്പ്യൻ ഷൈനി വിൽസൺ. കേട്ടോ, ഷൈനി വിൽസൺ അടുത്തിടെ ഏഷ്യൻ അത്ലറ്റിക് കമ്മീഷൻ അംഗമായി നിയമിക്കപ്പെട്ടു. ഷൈനി വിൽസൺ ആണ് കേട്ടോ. അടുത്തത് അണ്ടർ 17 400 മീറ്ററിൽ ഉസൈൻ ബോൾട്ടിന്റെ 22 വർഷം പഴക്കമുള്ള റെക്കോർഡ് മറികടന്ന നിക്കോയ് ബ്രാംവെൽ ഏത് രാജ്യത്ത് നിന്നുള്ള താരമാണ്? ജമൈക്കയാണ് കേട്ടോ, ജമൈക്കയാണ്. നിക്കോയ് ബ്രാംവെല്ലാണ് ഉസൈൻ ബോൾട്ടിന്റെ 22 വർഷം പഴക്കമുള്ള റെക്കോർഡ് മറികടന്നത് അണ്ടർ 17 400 മീറ്റർ ഓട്ടത്തിൽ. ഓക്കെ, അപ്പോൾ ഉസൈൻ ബോൾട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഉസൈൻ ബോൾട്ടും ജമൈക്കൻ സ്വദേശി തന്നെയാണ്. നിക്കോയ് ബ്രാംവെല്ലും ജമൈക്കക്കാരൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യങ്ങളിലേക്ക് പോവാം. 2024 മയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസിൽ കിരീടം നേടിയത് രോഹൻ ബൊപ്പണ്ണ, മാത്യു എബ്ഡൻ സഖ്യം. ഇവരാണ് 2024 മയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസിൽ കിരീടം നേടിയത്. രോഹൻ ബൊപ്പണ്ണ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യക്കാരനായ രോഹൻ ബൊപ്പണ്ണയും മാത്യു എബ്ഡൻ ഓസ്ട്രേലിയൻ സ്വദേശിയാണ്. അപ്പോൾ രോഹൻ ബൊപ്പണ്ണ, മാത്യു എബ്ഡൻ സഖ്യമാണ് 2024 മയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് കിരീടം നേടിയത്. അടുത്ത ചോദ്യം, 2024 മയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയ യാനിക് സിന്നർ ഏത് രാജ്യക്കാരനാണ്? ഇറ്റലി. കേട്ടോ, 2 ഫാക്റ്റുകളാണ് നമുക്ക് ഈ പോയിന്റിലൂടെ കിട്ടുന്നത്. ഒന്ന്, 2024 മയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് യാനിക് സിന്നറാണ്. അദ്ദേഹം ഇറ്റലിക്കാരനാണ് കേട്ടോ. അപ്പൊ 2 പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. അടുത്തത്, 2024 വേൾഡ് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ബുസാനാണ് കേട്ടോ. ദക്ഷിണ കൊറിയയിലെ, സൗത്ത് കൊറിയയിലെ ബുസാനാണ് 2024 വേൾഡ് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത്. 2024 വേൾഡ് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് സൗത്ത് കൊറിയയിലെ, ദക്ഷിണ കൊറിയയിലെ ബുസാനാണ്. കളിമൺ കോർട്ടുകളിൽ ATP മാസ്റ്റേഴ്സ് 1000 മത്സരം വിജയിക്കുന്ന ആദ്യ ഇന്ത്യൻ കളിക്കാരൻ സുമിത് നാഗലാണ് ആ നേട്ടം കൈവരിച്ചത്. എന്താണ് നേട്ടം? കളിമൺ കോർട്ടുകളിൽ ATP മാസ്റ്റേഴ്സിൽ 1000 മത്സരം വിജയിക്കുന്ന ആദ്യ ഇന്ത്യൻ കളിക്കാരനാണ് സുമിത് നാഗൽ. അടുത്ത ചോദ്യം, ലോക ബാഡ്മിന്റൺ ഫെഡറേഷൻ BWF, ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷനാണ് BWF, അതിന്റെ അംഗീകൃത റഫറിംഗ് പാനലിൽ ഇടം പിടിച്ച ആദ്യ ഇന്ത്യക്കാരി ജയശ്രീ നായരാണ് കേട്ടോ. ലോക ബാഡ്മിന്റൺ ഫെഡറേഷന്റെ അംഗീകൃത റഫറിംഗ് പാനലിൽ ഇടം പിടിച്ച ആദ്യ ഇന്ത്യക്കാരിയാണ് ജയശ്രീ നായർ. കോട്ടയം സ്വദേശിനിയാണ്, മലയാളിയാണ്, കോട്ടയം സ്വദേശിനിയാണ്. അടുത്തത്, തോമസ് ആൻഡ് യൂബർ കപ്പ് ബാഡ്മിന്റൺ 2024 വേദി ഷെങ്ഡു ആണ്, ചൈനയിലെ ഷെങ്ഡു ആണ് തോമസ് ആൻഡ് യൂബർ കപ്പ് ബാഡ്മിന്റൺ 2024 വേദി. ഓക്കെ, അടുത്ത ചോദ്യം, ബാഡ്മിന്റൺ താരങ്ങളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ബാഡ്മിന്റൺ അസോസിയേഷന്റെ ആദ്യ അക്കാദമി നിലവിൽ വരുന്നത് ഒറ്റപ്പാലത്താണ് കേട്ടോ. ബാഡ്മിന്റൺ താരങ്ങളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ബാഡ്മിന്റൺ അസോസിയേഷന്റെ ആദ്യ അക്കാദമി നിലവിൽ വരുന്നത് ഒറ്റപ്പാലത്താണ്, പാലക്കാട് ഒറ്റപ്പാലത്താണ്. അടുത്ത ചോദ്യം, 2024 അണ്ടർ 20 ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് വേദി ദുബായ് ആണ്. 2024 അണ്ടർ 20 ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് വേദി ദുബായ് ആണ്. അടുത്തത്, 2024 അണ്ടർ 20 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന ലിമ നഗരം സ്ഥിതി ചെയ്യുന്ന രാജ്യം പെറു ആണ് കേട്ടോ. 2024 അണ്ടർ 20 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് വേദിയാകുന്നത് ലിമയാണ്. ലിമ എന്ന നഗരം സ്ഥിതി ചെയ്യുന്നത് പെറു എന്ന രാജ്യത്താണ് കേട്ടോ. അപ്പോൾ പെറുവിലെ ലിമയിൽ വെച്ചാണ് 2024 അണ്ടർ 20 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. അടുത്തത്, 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന് വേദിയായ നഗരങ്ങൾ ലഡാക്കും ഗുൽമാർഗുമാണ്. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കറണ്ട് അഫയേഴ്സിന്റെ പ്രീവിയസ് ചോദ്യങ്ങൾ പഠിച്ച ക്ലാസ്സിൽ ഈ വർഷം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ്. അപ്പോൾ അത് നടന്നത് ലഡാക്കിലും ഗുൽമാർഗിലുമായിട്ടാണ്. ഈ വർഷം ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു, 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? ഭാഗ്യചിഹ്നം ഹിമപ്പുലി ആയിരുന്നു കേട്ടോ, ഭാഗ്യചിഹ്നം ഹിമപ്പുലി ആയിരുന്നു. ഈ ചാമ്പ്യൻഷിപ്പിൽ, ഈ ഗെയിംസിൽ കിരീടം നേടിയത് ഇന്ത്യൻ ആർമി ടീമാണ് കിരീടം നേടിയത്. 10 സ്വർണവും 5 വെള്ളിയും 6 വെങ്കലവും നേടി 21 മെഡലുകൾ നേടി ഇന്ത്യൻ ആർമി ടീമാണ് 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിൽ കിരീടം നേടിയത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കുക. അടുത്ത ചോദ്യം, 2024 ഫോർമുല 1 ജപ്പാൻ ഗ്രാൻഡ് പ്രീ കാറോട്ട മത്സരത്തിലെ ജേതാവായത് മാക്സ് വെസ്റ്റാപ്പൻ ആണ് കേട്ടോ. ബെൽജിയംകാരനായ മാക്സ് വെസ്റ്റാപ്പൻ ആണ്
2024 ഫോർമുല 1 ജപ്പാൻ ഗ്രാൻഡ് പ്രീ കാറോട്ട മത്സരത്തിൽ വിജയിയായത് കേട്ടോ. ഫോർമുല 1 നിങ്ങൾക്ക് അറിയാമായിരിക്കും F1 റേസ് അല്ലേ, F1 റേസ് ആണ്. അടുത്തതാ, പുരുഷ ഡിസ്കസ് ത്രോയിലെ പുതിയ ലോക റെക്കോർഡ് സ്വന്തമാക്കിയ ലിത്വാനിയൻ താരം മൈക്കോളാസ് അലക്നയാണ്. മൈക്കോളാസ് അലക്നയാണ് പുരുഷ ഡിസ്കസ് ത്രോയിലെ പുതിയ ലോക റെക്കോർഡ് സ്വന്തമാക്കിയ ലിത്വാനിയൻ താരമാണ് കേട്ടോ. ലിത്വാനിയൻ അത്ലീറ്റ് ആണ് മൈക്കോളാസ് അലക്ന. അടുത്ത ചോദ്യം, 2024 ഏപ്രിലിൽ വിരമിച്ച സൗരവ് ഘോഷാൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്ക്വാഷ് ആണ് കേട്ടോ. സ്ക്വാഷ് താരമായിരുന്ന സൗരവ് ഘോഷാല 2024 ഏപ്രിലിൽ വിരമിച്ചു. ഓക്കെ, അടുത്തതാ, 2024 ആർച്ചറി വേൾഡ് കപ്പ് നടന്നത് ഷാങ്ഹായ്, ചൈനയിൽ വെച്ചാണ്. 2024 ആർച്ചറി വേൾഡ് കപ്പ് അല്ലെ, അമ്പെയ്ത്ത്, ആർച്ചറി എന്ന് പറയുമ്പോൾ അമ്പെയ്ത്ത് വേൾഡ് കപ്പ് നടന്നത് ഷാങ്ഹായിൽ വെച്ചാണ്. ചൈനയിലെ ഷാങ്ഹായിൽ വെച്ചാണ് നടന്നത്. ചൈനയിലെ ഷാങ്ഹായിൽ നടന്ന അമ്പെയ്ത്ത് ലോകകപ്പിൽ പുരുഷന്മാരുടെ റിക്കർ വിനത്തിൽ സ്വർണം നേടിയ രാജ്യം ഇന്ത്യയാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതായത് 2024 നടന്ന ആർച്ചറി വേൾഡ് കപ്പിൽ പുരുഷന്മാരുടെ റിക്കർ വിനത്തിൽ സ്വർണം നേടിയ രാജ്യം ഇന്ത്യയാണ്. ഫൈനലിൽ സൗത്ത് കൊറിയ, ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സ്വർണം നേടുന്നത്. ഓക്കെ, അടുത്തത്, വേൾഡ് അമ്പെയ്ത്ത് അവാർഡ് 2023 മികച്ച പാരാ വനിതാ അമ്പെയ്ത്ത് താരമായി തിരഞ്ഞെടുത്തത് ശീതൽ ദേവിയാണ് കേട്ടോ. ശീതൽ ദേവിയാണ് 2023 മികച്ച പാരാ വനിതാ അമ്പെയ്ത്ത് താരമായി തിരഞ്ഞെടുത്തത്. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ശീതൽ ദേവി കേട്ടോ. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ശീതൽ ദേവി. ശീതൽ ദേവിക്ക് ഈ വർഷം അർജുന അവാർഡും ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, അർജുന അവാർഡും ലഭിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരം നടന്നത് ആലപ്പുഴ ഹരിപ്പാടിനടുത്തുള്ള ചേപ്പാടിൽ വെച്ചാണ്. കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരം നടന്നത് ചേപ്പാടിൽ വെച്ചാണ്. അടുത്ത ചോദ്യം, അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് മോട്ടോർ സൈക്ലിസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവാകുന്ന ആദ്യ ഇന്ത്യൻ താരം എം സായ്ദീപ് ആണ് കേട്ടോ. അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് മോട്ടോർ സൈക്ലിസ്റ്റ് AFM-ന്റെ ചാമ്പ്യൻഷിപ്പിൽ ജേതാവാകുന്ന ആദ്യ ഇന്ത്യൻ താരം എം സായ്ദീപ് ആണ് കേട്ടോ. AFM-ന്റെ 69 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ താരം ജേതാവാകുന്നത് കേട്ടോ. 69 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ താരം ജേതാവാകുന്നത്. അത് എം സായ്ദീപ് ആണ്. അടുത്ത ചോദ്യം, അരുണാചൽ പ്രദേശിൽ നടന്ന ദേശീയ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണം നേടിയ മലയാളി അമൃത പി സുനിയാണ് കേട്ടോ. അരുണാചൽ പ്രദേശിൽ നടന്ന ദേശീയ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണം നേടിയ മലയാളി അമൃത പി സുനിയാണ് കേട്ടോ, വെയിറ്റ് ലിഫ്റ്റിംഗിൽ. ഓക്കെ, അടുത്തത്, ഏഷ്യൻ കപ്പ് മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി ആയത് യോഷിമി യമാഷിതയാണ് ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫുട്ബോൾ മാച്ച് നിയന്ത്രിച്ച ആദ്യ വനിതാ റഫറി കേട്ടോ. യോഷിമി യമാഷിതയാണ്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടന്ന മത്സരമാണ് നിയന്ത്രിച്ചത്. ജപ്പാനിൽ നിന്നുള്ള ആദ്യ പ്രൊഫഷണൽ വനിതാ റഫറിയാണ് യോഷിമി യമാഷിത, ജപ്പാൻകാരിയാണ് കേട്ടോ. അടുത്തത്, 2024 ഫെബ്രുവരിയിൽ നടന്ന പ്രൈം വോളിബോൾ ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ഹൃത്തിക് റോഷൻ ആയിരുന്നു കേട്ടോ. 2024 ഫെബ്രുവരിയിൽ നടന്ന, ഈ വർഷം നടന്ന പ്രൈം വോളിബോൾ ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ഹൃത്തിക് റോഷൻ ആണ് കേട്ടോ. ഹൃത്തിക് റോഷൻ ആയിരുന്നു. അണ്ടർ 14 ദേശീയ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ മലയാളി ജോൺ വേണിയാണ് അണ്ടർ 14 ദേശീയ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ മലയാളി കേട്ടോ, മലയാളി. അടുത്തത്, ഏഷ്യൻ പാരാലിമ്പിക് കമ്മിറ്റി അവാർഡ്സിന്റെ 4ാം പതിപ്പിൽ മികച്ച യൂത്ത് അത്ലറ്റിനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ പാരാ ആർച്ചർ ശീതൽ ദേവിയാണ് കേട്ടോ. ശീതൽ ദേവിയെ പറ്റിയുള്ള മറ്റൊരു ചോദ്യം കൂടെ ഇപ്പോൾ വന്നിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ടു, ശീതൽ ദേവിക്ക് വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ചു, അതുകൂടാതെ അർജുന അവാർഡ് ലഭിച്ചു. മറ്റൊരു അവാർഡ് കൂടിയാണ് ഏഷ്യൻ പാരാലിമ്പിക് കമ്മിറ്റി അവാർഡ്സിന്റെ 4ാം എഡിഷനിൽ മികച്ച യൂത്ത് അത്ലറ്റിനുള്ള അവാർഡും കൂടി ശീതൽ ദേവിക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത്, അർജുന അവാർഡ് 2023 അർഹനായ മലയാളി എം ശ്രീശങ്കർ ആണ് കേട്ടോ. അത്ലറ്റിക്സിലാണ് എം ശ്രീശങ്കർ, ലോങ് ജമ്പ് താരമാണ്. എം ശ്രീശങ്കർ അഥവാ മുരളി ശ്രീശങ്കറിനാണ് 2023 അർജുന അവാർഡ് ലഭിച്ചത്, മലയാളിയാണ്. ഇനി എം ശ്രീശങ്കറിന് മറ്റൊരു അവാർഡ് കൂടി ലഭിച്ചു, 35ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ്. അതും എം ശ്രീശങ്കർ, മുരളി ശ്രീശങ്കറിന് തന്നെയാണ് ലഭിച്ചത്, ലോങ് ജമ്പ് താരമാണ് കേട്ടോ. അടുത്ത ചോദ്യം, കേരള കേന്ദ്ര സർവകലാശാലയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ് നേടിയത് PT ഉഷയാണ്. PT ഉഷയ്ക്കാണ് കേരള കേന്ദ്ര സർവകലാശാലയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചത്, PT ഉഷയ്ക്കാണ്. അടുത്ത ചോദ്യം, വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം നീരജ് ചോപ്രയാണ് കേട്ടോ. നീരജ് ചോപ്ര അല്ലെ, ജാവലിൻ ത്രോ
താരമായ നീരജ് ചോപ്രയാണ് വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. ഓക്കെ, അടുത്തത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നാണയത്തിൽ ആലേഖനം ചെയ്യപ്പെട്ട സ്വിറ്റ്സർലാൻഡ് ടെന്നീസ് താരം റോജർ ഫെഡറർ അല്ലെ. വളരെ പ്രസിദ്ധനായ ടെന്നീസ് താരമാണ് റോജർ ഫെഡറർ. റോജർ ഫെഡററിന് ലഭിച്ച നേട്ടം എന്താണ്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നാണയത്തിൽ കോയിനിൽ ആലേഖനം ചെയ്യപ്പെട്ട സ്വിറ്റ്സർലാൻഡ് ടെന്നീസ് താരം. കോയിനിൽ നാണയത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടു. റോജർ ഫെഡററിന്റെ പടം ആലേഖനം ചെയ്യപ്പെട്ടു. ഓക്കെ, അപ്പോൾ റോജർ ഫെഡറർ ആണ്. അടുത്തത് 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം നേടിയത് യാനിക് സിന്നറിനാണ് 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം നേടിയത് കേട്ടോ. അടുത്തത് 2023 മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് ജേതാക്കൾ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയുമാണ് കേട്ടോ. സാത്വിക് സായിരാജ് രംഗിറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും ബാഡ്മിന്റൺ താരങ്ങളാണ്. ഇവർക്കാണ് 2023 മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് ലഭിച്ചത്. അടുത്തത് ലോറസ് വേൾഡ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ 2023 വിജയ് ലയണൽ മെസ്സിയാണ്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസമായ ലയണൽ മെസ്സിക്കാണ് 2023 ലോറസ് വേൾഡ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് കേട്ടോ. 2023 അടുത്തത് ലോറസ് വേൾഡ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ ലഭിച്ചത് 2023 ലോറസ് വേൾഡ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ ലഭിച്ചത് ഷെല്ലി ആൻ ഫ്രേസറിനാണ്. ജമൈക്കൻ അത്ലറ്റ് ആയ ഷെല്ലി ആൻ ഫ്രേസറിനാണ് 2023 ലോറസ് വേൾഡ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് കേട്ടോ. അടുത്തത് ലോറസ് വേൾഡ് ടീം ഓഫ് ദി ഇയർ 2023 വിജയ് അർജന്റീനിയൻ പുരുഷ ഫുട്ബോൾ ടീമിനാണ് 2023 വേൾഡ് ലോറസ് വേൾഡ് ടീം ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്. ലോകത്തെ മികച്ച ടീം എന്ന പുരസ്കാരം ലഭിച്ചത്, ലോറസിന്റെ പുരസ്കാരം ലഭിച്ചത് അർജന്റീനിയൻ ഫുട്ബോൾ ടീമിനാണ് കേട്ടോ. ഓക്കെ, അടുത്ത നമുക്ക് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിലേക്ക് പോവാം. IPL ക്രിക്കറ്റിൽ 1000 റൺസും 100 വിക്കറ്റും 100 ക്യാച്ചും നേടുന്ന ആദ്യ താരമായത് രവീന്ദ്ര ജഡേജ. ഇന്ത്യൻ ഓൾറൗണ്ടറായ രവീന്ദ്ര ജഡേജയാണ് IPL ക്രിക്കറ്റിൽ 1000 റൺസും 100 വിക്കറ്റും 100 ക്യാച്ചും നേടുന്ന ആദ്യ താരമായത് കേട്ടോ. അടുത്തത് 2024 ഏപ്രിലിൽ നടന്ന ബംഗ്ലാദേശിനെതിരായ T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ വനിതാ ടീമിൽ ഇടം നേടിയ സജന സജീവൻ ഏത് ജില്ലക്കാരിയാണ്? വയനാടാണ് കേട്ടോ. വയനാടാണ്. സജന സജീവന് പുറമെ തിരുവനന്തപുരം സ്വദേശിനിയായ ആശ ശോഭന കൂടി ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2024 ഏപ്രിൽ നടന്ന ബംഗ്ലാദേശിനെതിരായ T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ വനിതാ ടീമിൽ ഇടം നേടിയ 2 മലയാളികളാണ് സജന സജീവനും ആശാ ശോഭനയും. സജന സജീവൻ വയനാടുകാരിയാണ്, ആശാ ശോഭന തിരുവനന്തപുരം സ്വദേശിനിയാണ് കേട്ടോ. അടുത്തത് 2024 ഏപ്രിലിൽ അന്തരിച്ച ഇംഗ്ലണ്ട് ക്രിക്കറ്റിലെ ഇതിഹാസ സ്പിൻ ബൗളർ ഡെറിക് അണ്ടർവുഡ് ആണ്. പഴയ ഇംഗ്ലണ്ടിന്റെ സ്പിൻ ബൗളർ ആയിരുന്നു അദ്ദേഹം. 2024 ഏപ്രിലിൽ അന്തരിച്ചു. അടുത്തത് 2024 പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയായ രാജ്യങ്ങൾ വെസ്റ്റ് ഇൻഡീസും USA അല്ലെ. ഇക്കഴിഞ്ഞ ഇന്ത്യ വേൾഡ് കപ്പ് നേടിയ T20 വേൾഡ് കപ്പ് നടന്നത് വെസ്റ്റ് ഇൻഡീസിലും USA-യിലുമായിട്ടാണ് കേട്ടോ. വെസ്റ്റ് ഇൻഡീസിലും USA-യിലുമായിട്ടാണ് നടന്നത്. അടുത്തത് ജമൈക്കയുടെ സ്പ്രിന്റ് ഇതിഹാസ താരമായ ഉസൈൻ ബോൾട്ട് എന്തിന്റെ ബ്രാൻഡ് അംബാസഡറായാണ് നിയമിതനായത്? 2024 T20 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് കേട്ടോ. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റ് ആണ്. ഇക്കഴിഞ്ഞ ഇന്ത്യ വിജയിച്ച 2024 പുരുഷ T20 വേൾഡ് കപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു ഉസൈൻ ബോൾട്ട് ആയിരുന്നു കേട്ടോ. അടുത്തത് 2024 ICC ക്രിക്കറ്റ് റാങ്കിങ്ങിൽ 3 ഫോർമാറ്റുകളിലും ഒരേ സമയം ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഇന്ത്യയാണ് കേട്ടോ. 2024 ICC ക്രിക്കറ്റ് റാങ്കിങ്ങിൽ, ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ റാങ്കിങ്ങിൽ 3 ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ഏകദിനം, T20, ടെസ്റ്റ്, ഈ 3 ഫോർമാറ്റുകളിലും ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഇന്ത്യയാണ്. അടുത്തത് T20 ക്രിക്കറ്റിൽ 100 വിക്കറ്റും 1000 റൺസും നേടുന്ന ആദ്യ വനിതാ താരം ദീപ്തി ശർമ്മയാണ്. T20 ക്രിക്കറ്റിൽ 100 വിക്കറ്റും 1000 റൺസും നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം T20 ക്രിക്കറ്റിലാണ് ദീപ്തി ശർമ്മ. അടുത്തത് ടെസ്റ്റ് ക്രിക്കറ്റിൽ അതിവേഗം 150 വിക്കറ്റുകൾ തികയ്ക്കുന്ന ഇന്ത്യൻ ഫാസ്റ്റ് ബൗളർ ജസ്പ്രീത് ബുംറയാണ് ആ നേട്ടം കൈവരിച്ചത്. ശ്രദ്ധിക്കുക, ടെസ്റ്റ് ക്രിക്കറ്റിലാണ് അതിവേഗം 150 വിക്കറ്റുകൾ
തികയ്ക്കുന്ന ഇന്ത്യൻ ഫാസ്റ്റ് ബോളർ കേട്ടോ. 150 വിക്കറ്റുകൾ നേടുന്ന ഒരേ ഒരു ബൗളർ എന്നല്ല പറഞ്ഞത്, അതിവേഗം ഏറ്റവും വേഗത്തിൽ 150 വിക്കറ്റുകളിലേക്ക് എത്തിയത് ടെസ്റ്റ് ക്രിക്കറ്റിലെത്തിയ ഇന്ത്യൻ ഫാസ്റ്റ് ബൗളറാണ് ജസ്പ്രീത് ബുംറ. അടുത്തത് ഏകദിന ക്രിക്കറ്റിൽ 7 വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളർ. ഏകദിന ക്രിക്കറ്റിൽ ODIയിൽ 7 വിക്കറ്റുകൾ, ഒരു കളിയിൽ തന്നെ 7 വിക്കറ്റുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ ഫാസ്റ്റ് ബൗളറാണ് മുഹമ്മദ് ഷമി. 2023 വേൾഡ് കപ്പിൽ ന്യൂസിലാൻഡിനെതിരെയുള്ള മത്സരത്തിലാണ് മുഹമ്മദ് ഷമി 7 വിക്കറ്റുകൾ നേടിയത് കേട്ടോ. ഓക്കെ, അടുത്തത് ഒരു ഏകദിന ലോകകപ്പ് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരം വിരാട് കോഹ്ലിയാണ്. 765 റൺസ്. ഈ കഴിഞ്ഞ 2023 നടന്ന ഏകദിന വേൾഡ് കപ്പിൽ, ഇന്ത്യയിൽ വെച്ച് നടന്ന ഏകദിന വേൾഡ് കപ്പിലാണ് ഈ നേട്ടം കൈവരിച്ചത്. ഒരു ഏകദിന ലോകകപ്പ് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമായി വിരാട് കോഹ്ലി മാറി. 765. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ റെക്കോർഡാണ് പിന്നിട്ടത്. അടുത്തത് ഒരു ഏകദിന ലോകകപ്പ് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ കേട്ടോ. 597 റൺസ്. അപ്പോൾ ഈ 2 റെക്കോർഡുകളും കഴിഞ്ഞ വേൾഡ് കപ്പിൽ, ഇന്ത്യയിൽ വെച്ച് നടന്ന 2023 വേൾഡ് കപ്പിലാണ് ലഭിച്ചത്. ഈ 2 റെക്കോർഡും ഇന്ത്യൻ താരങ്ങൾക്കാണ്. ഒരു ഏകദിന ലോകകപ്പ് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരം വിരാട് കോഹ്ലി 765 റൺസ്. ഏകദിന വേൾഡ് കപ്പ് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ക്യാപ്റ്റൻ രോഹിത് ശർമ്മ 597 കേട്ടോ. അടുത്തത് 16ാമത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീടം നേടിയത് ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നു. അതായത് കഴിഞ്ഞ വർഷത്തെ 2023 IPL കിരീടം നേടിയത് ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നു. ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി. ഈ വർഷത്തെ 2024 നേടിയത് ആരാണ്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് കേട്ടോ. KKR ആണ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. അപ്പോൾ 17ാമത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീടം നേടിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും 16ാമത് 2023 കിരീടം നേടിയത് ചെന്നൈ സൂപ്പർ കിങ്സും. അടുത്തത് രഞ്ജി ട്രോഫി മത്സരങ്ങൾ നിയന്ത്രിച്ച ആദ്യ വനിതാ അമ്പയർമാർ ജനനി നാരായണൻ, ഗായത്രി വേണുഗോപാലൻ, വൃന്ദ രതി. ഈ 3 പേരുമാണ് രഞ്ജി ട്രോഫി മത്സരങ്ങൾ നിയന്ത്രിച്ച ആദ്യ വനിതാ അമ്പയർമാർ കേട്ടോ. ജനനി നാരായണൻ, ഗായത്രി വേണുഗോപാലൻ, വൃന്ദ രതി. അടുത്തത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി സഞ്ജു സാംസൺ അല്ലേ. സഞ്ജു സാംസൺ ആണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ, ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി, നമ്മുടെ സഞ്ജു സാംസൺ ആണ്. അടുത്തത് 2023 മുതൽ 2028 വരെ BCC നടത്തുന്ന ക്രിക്കറ്റ് മത്സരങ്ങളുടെ സംപ്രേഷണാവകാശം സ്വന്തമാക്കിയത് വയാകോം 18 ആണ് കേട്ടോ. വയാകോം 18 ആണ്. 2023 മുതൽ 28 വരെ 5 വർഷത്തെ കോൺട്രാക്റ്റ് ആണ്. BCC നടത്തുന്ന ക്രിക്കറ്റ് മത്സരങ്ങളുടെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ്, അത് ടെലികാസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് സ്വന്തമാക്കിയത് വയാകോം 18 ആണ്. ഏകദേശം 6000 കോടി രൂപയ്ക്കാണ് ആ റൈറ്റ്സ് നേടിയത്. ഓക്കെ, പാകിസ്ഥാൻ ഏകദിന T20 ക്രിക്കറ്റ് ടീമുകളുടെ ക്യാപ്റ്റനായി നിയമിതനായത് ബാബർ അസം ആണ്. ഇപ്പൊ നിലവിലെ പാകിസ്ഥാന്റെ ഏകദിന T20 ക്രിക്കറ്റ് ടീമുകളുടെ ക്യാപ്റ്റനാണ് ബാബർ അസം. അടുത്തത് 2024 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകുന്ന കേരളത്തിലെ ജില്ല ആലപ്പുഴയാണ് കേട്ടോ. 2024 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകുന്ന കേരളത്തിലെ ജില്ല ആലപ്പുഴയാണ്. അടുത്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് MS ധോണി. SBIയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് MS ധോണിയാണ് കേട്ടോ. മഹേന്ദ്ര സിംഗ് ധോണി. അടുത്തത് ഖത്തർ സ്റ്റാർസ് ലീഗ് ഫുട്ബോളിൽ കളിക്കുന്ന ആദ്യ മലയാളി അല്ലെങ്കിൽ ഇന്ത്യക്കാരനായ വ്യക്തി തഹസിൻ മുഹമ്മദ് ജംഷിദ് ആണ് കേട്ടോ. ഖത്തർ സ്റ്റാർസ് ലീഗ് ഫുട്ബോളിൽ കളിക്കുന്ന ആദ്യ മലയാളി അല്ലെങ്കിൽ ഇന്ത്യക്കാരനായ വ്യക്തി തഹസിൻ മുഹമ്മദ് ജംഷിദ് ആണ്. 17കാരനായ തഹസിൻ മുഹമ്മദ് ജംഷിദ്. അടുത്തത് 2024 കൊല്ലപ്പെട്ട ദക്ഷിണാഫ്രിക്കൻ ഫുട്ബോൾ താരം ലൂക്ക് ഫ്ലൂർസ് ആണ്. 2024 കൊല്ലപ്പെട്ട ദക്ഷിണാഫ്രിക്കൻ ഫുട്ബോൾ താരം. 2024 ഏപ്രിലാണ് കൊല്ലപ്പെടുന്നത്. ഒരു കാർ ഹൈജാക്ക് ചെയ്യുന്നതിനിടയ്ക്ക് വെടിവെച്ച് കൊല്ലുകയായിരുന്നു ചെയ്തത് കേട്ടോ. അടുത്ത ചോദ്യം, 2023-24 വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് ജേതാക്കൾ സർവീസസ് ആണ്. 2023-24 വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് ജേതാക്കൾ. അടുത്ത ചോദ്യം, 2024 അന്തരിച്ച ബ്രസീലിന്റെ ഇതിഹാസ ഫുട്ബോൾ താരം മരിയോ സഗാലോയാണ് 2024 അന്തരിച്ച ബ്രസീലിന്റെ ഇതിഹാസ ഫുട്ബോൾ താരം മരിയോ സഗാലോ. അടുത്തത്
2024 സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് വേദി ഒഡീഷയാണ് കേട്ടോ. ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ചാണ് 2024 സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത്. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടൂർണമെന്റിനെ കലിംഗ സൂപ്പർ കപ്പ് എന്ന നാമോദയത്തിലാണ് അറിയപ്പെടുന്നത്. അതായത് 2024 സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിനെ കലിംഗ സൂപ്പർ കപ്പ് ടൂർണമെന്റ് എന്നറിയപ്പെടുന്നു. അതിന് കാരണം അത് ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടത്തുന്നത്. ഭുവനേശ്വർ ഒഡീഷയിലാണ്. അപ്പോൾ 2024 സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് വേദി ഒഡീഷയാണ് കേട്ടോ. അതിന്റെ മറ്റൊരു പേര് കലിംഗ സൂപ്പർ കപ്പ്. അടുത്തിടെ അന്തരിച്ച PG ജോർജ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. അടുത്തിടെ അന്തരിച്ച PG ജോർജ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം കേരള ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ഹാഫ് ടൈം, ഒരു ഫുട്ബോൾ പോരാളിയുടെ അനുഭവങ്ങൾ കേട്ടോ. PG ജോർജ് കേരള ഫുട്ബോൾ ടീമിന്റെ മുൻ ക്യാപ്റ്റൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ഹാഫ് ടൈം, ഒരു ഫുട്ബോൾ പോരാളിയുടെ അനുഭവങ്ങൾ. ഓക്കെ, അടുത്തത് 2024 അവസാനത്തോടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നതായി പ്രഖ്യാപിച്ച ബ്രസീൽ വനിതാ ഫുട്ബോൾ താരം മാർത്തയാണ് കേട്ടോ. മാർത്തയാണ് 2024 അവസാനത്തോടുകൂടി, ഈ വർഷം അവസാനത്തോടുകൂടി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ബ്രസീലിന്റെ മാർത്തയാണ്. മാർത്ത. അടുത്ത ചോദ്യം, ഏഷ്യൻ യൂത്ത് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ആദ്യമായി കിരീടം നേടിയിട്ട് 2024 ഏപ്രിൽ 30 എത്ര വർഷം പൂർത്തിയായി? 50 വർഷം പൂർത്തിയായി കേട്ടോ. 50 വർഷം പൂർത്തിയായി. ഏഷ്യൻ യൂത്ത് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ആദ്യമായി കിരീടം നേടിയത് 1974 ഏപ്രിൽ 30 അപ്പോൾ 2024 ഏപ്രിൽ 30 50 വർഷങ്ങൾ തികഞ്ഞു കേട്ടോ. അടുത്തത്, 2023 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരത്തിന് അർഹനായത് ലയണൽ മെസ്സിയാണ്. ലയണൽ മെസ്സിക്കാണ് 2023 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം, 2023 ഗോൾഡൻ ബോയ് പുരസ്കാരം നേടിയത് ജൂഡ് ബെലിംഗ്ഹാം ആണ്. ഇംഗ്ലണ്ടിന്റെ ജൂഡ് ബെലിംഗ്ഹാമിനാണ് 2023 ഗോൾഡൻ ബോയ് പുരസ്കാരം ലഭിച്ചത്. ഫുട്ബോളിലാണ് കേട്ടോ ഗോൾഡൻ ബോയ് പുരസ്കാരം ലഭിച്ചത്. റയൽ മാഡ്രിഡ് ക്ലബില് കളിക്കുന്ന കളിക്കാരനാണ് ജൂഡ് ബെലിംഗ്ഹാം. അടുത്തത്, ടോക്കിയോ ഒളിമ്പിക്സ് പുരുഷ ഫുട്ബോളിൽ സ്വർണ്ണ മെഡൽ നേടിയ രാജ്യം ബ്രസീലാണ്. ബ്രസീലാണ് ടോക്കിയോ ഒളിമ്പിക്സ് പുരുഷ ഫുട്ബോളിൽ സ്വർണ്ണ മെഡൽ നേടിയ രാജ്യം ബ്രസീലാണ്. ടോക്കിയോ ഒളിമ്പിക്സ് വനിതാ ഫുട്ബോളിൽ സ്വർണ്ണ മെഡൽ നേടിയ രാജ്യം കാനഡയാണ് കേട്ടോ. കാനഡയാണ് ടോക്കിയോ ഒളിമ്പിക്സ് വനിതാ ഫുട്ബോളിൽ സ്വർണ്ണ മെഡൽ നേടിയ രാജ്യം. അടുത്ത ചോദ്യം, 2023-24 വർഷത്തെ യുവേഫ വനിതാ നേഷൻസ് ലീഗ് കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയത് സ്പെയിനാണ്. ഓർത്തു വെച്ചേക്കുക, 2023-24 വർഷത്തെ യുവേഫ വനിതാ നേഷൻസ് ലീഗ് കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയത് സ്പെയിനാണ് കേട്ടോ. വനിതാ നേഷൻസ് ലീഗ് കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയത് സ്പെയിൻ. ഓക്കെ, അടുത്ത നമുക്ക് ഗ്രാൻഡ് സ്ലാം 2023 ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ നോക്കാം. ഫാക്റ്റുകൾ എന്ന് പറയുമ്പോൾ ഈ ചാമ്പ്യൻഷിപ്പിൽ വിജയികളുടെ പേരാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഗ്രാൻഡ് സ്ലാം 2023. അപ്പോൾ എന്താണ് ഗ്രാൻഡ് സ്ലാം? ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്നത് ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ആണ് അല്ലേ. ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇതൊരു ഒറ്റ ചാമ്പ്യൻഷിപ്പ് അല്ല, 4 ചാമ്പ്യൻഷിപ്പുകളെ ചേർന്നാണ് ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്നത്. US ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, പിന്നെ ഓസ്ട്രേലിയൻ ഓപ്പൺ കേട്ടോ. US വെച്ച് നടക്കുന്നത്, ഓസ്ട്രേലിയയിൽ വെച്ച് നടക്കുന്ന, ബ്രിട്ടനിൽ വെച്ച് നടക്കുന്ന ടെന്നീസ് ചാമ്പ്യൻഷിപ്പിനെയാണ് വിംബിൾഡൺ എന്ന് പറയുന്നത്. പിന്നെ ഓസ്ട്രേലിയയിൽ വെച്ച് നടക്കുന്നതിനെ ഓസ്ട്രേലിയൻ ഓപ്പൺ എന്നും പറയും. അപ്പോൾ നമുക്ക് നോക്കാം. ഓസ്ട്രേലിയൻ ഓപ്പൺ 2023 പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് നൊവാക് ജോക്കോവിച്ച്. സെർബിയക്കാരനായ നൊവാക് ജോക്കോവിച്ച് ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസിൽ കിരീടം ലഭിച്ചത് 2023. വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ആര്യാന സെബലങ്കയ്ക്കാണ് വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം ലഭിച്ചത് ഓസ്ട്രേലിയൻ ഓപ്പൺ 2023. അടുത്ത ഫ്രഞ്ച് ഓപ്പൺ 2023 എടുത്താൽ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് നൊവാക് ജോക്കോവിച്ച് തന്നെയാണ് പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ഫ്രഞ്ച് ഓപ്പണിലും. വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ഇഗ സ്വിറ്റ്വെക്. പോളണ്ടുകാരിയായ ഇഗ സ്വിറ്റ്വെക് ആണ് വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത്. ഇഗ സ്വിറ്റ്വെക്. അടുത്തത് വിംബിൾഡൺ, ബ്രിട്ടനിൽ വെച്ച് നടക്കുന്ന വിംബിൾഡൺ. അപ്പോൾ വിംബിൾഡൺ 2023 പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ് ആണ്. സ്പെയിൻകാരനായ കാർലോസ് അൽക്കാരസിനാണ് വിംബിൾഡൺ 2023 പുരുഷ സിംഗിൾസ് കിരീടം ലഭിച്ചത്.
ഈ ചോദ്യം പ്രീവിയസ് ചോദ്യമാണ്, ഈ വർഷം തന്നെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ഒരു ചോദ്യം കൂടിയാണ്. അപ്പോൾ വിംബിൾഡൺ 2023 കിരീടം ലഭിച്ചത് കാർലോസ് അൽക്കാരസിനാണ് പുരുഷ സിംഗിൾസ് വിഭാഗത്തിൽ. അപ്പോൾ അദ്ദേഹം സ്പെയിൻകാരനാണ് കേട്ടോ. ചിലപ്പോൾ ചോദ്യമൊക്കെ അങ്ങനെ മാറിയൊക്കെ വരാം. 2023 വിംബിൾഡൺ പുരുഷ സിംഗിൾസ് വിജയിയായ കാർലോസ് അൽക്കാരസ് ഏത് രാജ്യക്കാരൻ, അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ സ്പെയിൻകാരനാണ്. വിംബിൾഡൺ 2023 വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് മാർക്കീറ്റ വോൺഡ്രോസോവയാണ്. ചെക്ക് റിപ്പബ്ലിക് സ്വദേശിനിയായ മാർക്കീറ്റ വോൺഡ്രോസോവയാണ്. US ഓപ്പൺ 2023 പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് നൊവാക് ജോക്കോവിച്ച്. അപ്പോൾ എളുപ്പമാണ്. നമ്മളിപ്പോൾ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം എടുത്തു കഴിഞ്ഞാൽ US ഓപ്പണിലും ഓസ്ട്രേലിയൻ ഓപ്പണിലും ഫ്രഞ്ച് ഓപ്പണിലും കിരീടം നേടിയത് നൊവാക് ജോക്കോവിച്ച് തന്നെയാണ്. വിംബിൾഡണിൽ മാത്രമാണ് കാർലോസ് അൽക്കാരസ് കിരീടം നേടിയത്. വിംബിൾഡണിൽ കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ് ആണ്. അപ്പോൾ അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അടുത്ത US ഓപ്പൺ 2023 വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് കൊക്കോ ഗൗഫ്, അമേരിക്കക്കാരിയായ കൊക്കോ ഗൗഫ് ആണ് വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത്. അപ്പോൾ ഗ്രാൻഡ് സ്ലാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇത്രയും പേരുകൾ, ഇപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ 3 US ഓപ്പൺ എടുത്താലും ഓസ്ട്രേലിയൻ ഓപ്പൺ എടുത്താലും ഫ്രഞ്ച് ഓപ്പൺ എടുത്താലും പുരുഷ സിംഗിൾസിൽ വിജയം നേടിയത് നൊവാക് ജോക്കോവിച്ച് തന്നെയാണ്. വിംബിൾഡണിൽ കാർലോസ് അൽക്കാരസ്, പിന്നെ ബാക്കി വനിതാ വിഭാഗം സിംഗിൾസിൽ കിരീടം നേടിയ ആൾക്കാരുടെ പേരും കൂടെ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, നമുക്കിനി 19ാമത് ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2023 സ്പോർട്സ് ഇവന്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ഏഷ്യൻ ഗെയിംസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. നമ്മൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പഠിച്ച ക്ലാസ്സിൽ 1-2 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ ചോദ്യങ്ങളും ഇനി ഏഷ്യൻ ഗെയിംസുമായിട്ട് വരാൻ സാധ്യതയുള്ള മാക്സിമം ചോദ്യങ്ങൾ ഞാൻ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഏഷ്യൻ ഗെയിംസ് 2023, 19ാമത് ഏഷ്യൻ ഗെയിംസ് 2023. അപ്പോൾ 2023 നടക്കുന്നത്. സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 8 വരെ. 2023 സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 8 വരെയാണ് 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്നത് കേട്ടോ. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്നത്. ഒരു കാര്യം കൂടെ ഞാൻ എൻ്റെ കൂടുതൽ പറഞ്ഞോട്ടെ. ചിലയിടത്തൊക്കെ 19ാമത് ഏഷ്യൻ ഗെയിംസ് 2022 എഴുതിയിട്ടുണ്ട്. അതിന് കാരണം ഇത് ശരിക്കും 2022 നടക്കേണ്ടിയിരുന്നത്. പക്ഷേ കോവിഡ് കാരണം ഒരു വർഷം പോസ്റ്റ്പോൺ ചെയ്ത് 2023 നടന്നത്. അപ്പോൾ 2022 നിങ്ങൾ കണ്ടാലും കൺഫ്യൂസ്ഡ് ആവേണ്ട. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഈ ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം തന്നെയാണ് അവിടെയും ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വേദി ഹാങ്ഷൗ, ചൈനയിലെ ഹാങ്ഷൗവിൽ വെച്ചാണ് 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്നത്. ഒരു പോയിന്റ് കൂടെ അഡീഷണൽ ഓർത്ത് വെച്ചേക്കുക. അടുത്ത ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നത്, അതായത് 2026 ഏഷ്യൻ ഗെയിംസിന്റെ വേദി ഐച്ചി നഗോയ, ജപ്പാനിലെ ഐച്ചി നഗോയയിൽ വെച്ചാണ് അടുത്ത ഏഷ്യൻ ഗെയിംസ് 2026 നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് ഇതിന്റെ കൂടുതൽ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ 2023 നടന്ന ഏഷ്യൻ ഗെയിംസിന്റെ വേദി ഹാങ്ഷൗ, ചൈനയിൽ വെച്ചാണ്. ഓക്കെ, ഔദ്യോഗിക ചിഹ്നം സ്മാർട്ട് ട്രിപ്ലെറ്റ്സ് എന്നറിയപ്പെടുന്ന 3 റോബോട്ടുകളായിരുന്നു 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക ചിഹ്നം. സ്മാർട്ട് ട്രിപ്ലെറ്റ്സ്, ചെൻചൻ, കോങ്കോങ്, ലിയാൻ എന്ന് പറയുന്ന 3 റോബോട്ടുകൾ. ഓക്കെ, അതായിരുന്നു സ്മാർട്ട് ട്രിപ്ലെറ്റ്സ് ആയിരുന്നു ഔദ്യോഗിക ചിഹ്നം. അടുത്തത് ഏഷ്യൻ ഗെയിംസിന്റെ മെഡൽ അറിയപ്പെടുന്നത്. 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ മെഡൽ അറിയപ്പെടുന്നത് ഷാൻ ഷുയി എന്നാണ്. ലേക്ക് ആൻഡ് മൗണ്ടൻ എന്നാണ് അതിന്റെ മീനിങ്. ലേക്ക് ആൻഡ് മൗണ്ടൻ, ഷാൻ ഷുയി. ഇമ്പോർട്ടൻ്റ് ആണ്. 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ 2023 നടന്ന 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ മെഡൽ അറിയപ്പെടുന്നത് ഷാൻ ഷുയി, ലേക്ക് ആൻഡ് മൗണ്ടൻ എന്നാണ് അതിന്റെ അർത്ഥം. അടുത്തത് ഔദ്യോഗിക ദീപശിഖ അറിയപ്പെട്ടത് എറ്റേണൽ ഫ്ലെയിം എന്നാണ് ഔദ്യോഗിക ദീപശിഖ. 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക ദീപശിഖ അറിയപ്പെട്ടത് എറ്റേണൽ ഫ്ലെയിം എന്ന പേരിലാണ്. ആപ്തവാക്യം ഹാർട്ട് ടു ഹാർട്ട് അറ്റ് ഫ്യൂച്ചർ എന്നായിരുന്നു 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ ആപ്തവാക്യം. അടുത്തത് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക ഏന്തിയത്. അതായത് 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക ഏന്തിയത് 2 പേരാണ്. ഹർമൻപ്രീത് സിംഗും ലാവ്ലീന ബോർഗോഹെയ്നും. ഹർമൻപ്രീത് സിംഗ് ഇന്ത്യൻ പുരുഷ ഹോക്കി താരമാണ്. ലാവ്ലീന ബോർഗോഹെയ്ൻ ഇന്ത്യൻ വനിതാ ബോക്സറുമാണ്. ഇവർ 2 പേരുമാണ് 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക ഏന്തിയത്. ഇനി സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് PR ശ്രീജേഷ് ആണ്. മലയാളിയായ ഹോക്കി താരം PR ശ്രീജേഷ് ആണ് ഏഷ്യൻ ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത്. അടുത്തത് ഉദ്ഘാടന ചടങ്ങിനും സമാപന ചടങ്ങിനും വേദിയായ സ്റ്റേഡിയം.
ബിഗ് ലോട്ടസ് സ്റ്റേഡിയമാണ് കേട്ടോ. അതായത് 2023 നടന്ന 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിനും സമാപന ചടങ്ങിനും വേദിയായ സ്റ്റേഡിയം ബിഗ് ലോട്ടസ് സ്റ്റേഡിയമാണ്. ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് മത്സരിച്ച താരങ്ങൾ എത്ര താരങ്ങളാണ് മത്സരിച്ചത്? 655 പേരാണ് ഇന്ത്യക്ക് വേണ്ടി മത്സരിച്ചത് ഏഷ്യൻ ഗെയിംസിൽ. 655. അതിൽ 42 മലയാളികൾ ഉണ്ടായിരുന്നു. അതിൽ 42 മലയാളികൾ ഉൾപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി മത്സരിച്ച താരങ്ങൾ 655, അതിൽ 42 മലയാളികൾ. ഓക്കെ, അടുത്തത് മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് ചൈനയാണ് മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത്. 201 സ്വർണവും 111 വെള്ളിയും 71 വെങ്കലവും ആകെ 383 മെഡലുകൾ നേടി ചൈനയാണ് മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത്. 2ാം സ്ഥാനം ജപ്പാൻ, 3ാം സ്ഥാനം ദക്ഷിണ കൊറിയ, 4ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പഠിക്കേണ്ടത്, ഇന്ത്യക്ക് ലഭിച്ച മെഡലുകൾ 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. ഇതെല്ലാം കൂടെ ചേർത്ത് 107 മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത്. ഈ ചോദ്യം ഇതുപോലെ തന്നെ ഈ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ മെഡൽ പട്ടിക എങ്ങനെയായിരുന്നു? 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം അടക്കം 107 മെഡലുകൾ. അതും ചോദിച്ചു. ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്കും ചോദിച്ചതാണ്. ആകെ നേടിയ ഇന്ത്യ ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 107 ആണ് കേട്ടോ. അടുത്തത് 41 വർഷത്തിന് ശേഷം ഏഷ്യൻ ഗെയിംസ് അശ്വാഭ്യാസത്തിൽ സ്വർണം നേടിയ രാജ്യം ഇന്ത്യ കേട്ടോ. ഇന്ത്യയാണ് അശ്വാഭ്യാസത്തിൽ സ്വർണം നേടിയത്. 41 വർഷത്തിന് ശേഷമാണ് ഇന്ത്യ സ്വർണം നേടുന്നത്. 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ അശ്വാഭ്യാസത്തിൽ സ്വർണം നേടി. അത് 41 വർഷത്തിന് ശേഷമാണ് ഇന്ത്യ നേടുന്നത് കേട്ടോ. അടുത്ത വനിതകളുടെ 5000 മീറ്ററിൽ സ്വർണം നേടിയ ഇന്ത്യക്കാരി പരുൾ ചൗധരിയാണ് വനിതകളുടെ 5000 മീറ്ററിൽ സ്വർണം നേടിയ ഇന്ത്യക്കാരി. പുരുഷ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ താരം നീരജ് ചോപ്ര. നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നൊരു ഇതാണല്ലേ, പേരാണ് നീരജ് ചോപ്ര. 88.88 മീറ്റർ ആണ് ദൂരം. ഓക്കെ, പുരുഷ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് നീരജ് ചോപ്രയാണ്. അമ്പെയ്ത്ത് മിക്സഡ് ഡബിൾസിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ സഖ്യം ജ്യോതി സുരേഖ, ഓജസ് പ്രവീൺ. ഇവരായിരുന്നു അമ്പെയ്ത്ത് മിക്സഡ് ഡബിൾസിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ സഖ്യം കേട്ടോ. ആദ്യ ഇന്ത്യൻ സഖ്യമാണ് ജ്യോതി സുരേഖയും ഓജസ് പ്രവീണും. ഓക്കെ, അടുത്തത് ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റൺ ചരിത്രത്തിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണം നേടിയത് സാത്വിക് സായിരാജും ചിരാഗ് ഷെട്ടി സഖ്യം. നമ്മൾ നേരത്തെ ഇവരുടെ പേര് പറഞ്ഞാണല്ലേ. സാത്വിക് സായിരാജും ചിരാഗ് ഷെട്ടി സഖ്യമാണ് ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റൺ ചരിത്രത്തിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യം സ്വർണം നേടിയത് കേട്ടോ. അടുത്തത് ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായ മലയാളി മിന്നു മണിക്കാണ് സ്വർണം ലഭിച്ചത്. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായ മലയാളി മിന്നു മണി നമ്മുടെ വയനാട് മലയാളിയാണ്, വയനാട് സ്വദേശിനിയാണ്. കഴിഞ്ഞ വർഷം വാർത്തകളിലൊക്കെ ഒരുപാട് വന്ന ഒരു പേരാണ് മിന്നു മണി എന്ന് പറയുന്നത്. കാരണം ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടിയതോടുകൂടി. ഓക്കെ, അപ്പോൾ ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായ മലയാളിയാണ് മിന്നു മണി, വയനാട് സ്വദേശിനിയാണ് കേട്ടോ. വനിതാ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം അന്നു റാണിയാണ് വനിതാ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം. 62.92 മീറ്റർ ദൂരത്തേക്കാണ് എറിഞ്ഞത്. അന്നു റാണിയാണ്. ഏഷ്യൻ ഗെയിംസ് ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് അന്നു റാണി. ഉത്തർപ്രദേശ് സ്വദേശിനിയാണ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മൾ 19ാമത് ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാന ഫാക്റ്റുകളും കൂടെ ഈ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്രയുമാണ് കായിക രംഗവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. പ്രധാനമായും 2023 ഫാക്റ്റുകളാണ് എടുത്തിരിക്കുന്നത്. കാരണം പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത് 2023 ഫാക്റ്റുകളാണ്. അതുകൂടാതെ തന്നെ 2024 നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, അതും നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫയേഴ്സിൻ്റെ മുൻ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് നോക്കണം. ഈ വർഷം ചോദിച്ച മറ്റ് പരീക്ഷകളിലെ ചോദ്യങ്ങളൊക്കെ
നിങ്ങൾ നോക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മളത് കണ്ടതാണ്, പല ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ക്ലാസ് നിങ്ങൾ എന്തായാലും കേൾക്കുക. കാരണം ഈ സ്പോർട്സിനോട് വലിയ താല്പര്യമില്ലാത്തവരാണെങ്കിൽ പോലും ഈ ക്ലാസ്സിൽ പറഞ്ഞ ഫാക്റ്റുകൾ, ആ പോയിന്റുകളൊക്കെ നിങ്ങൾ കേൾക്കുക. ഒരു 1-2 തവണ കേൾക്കാൻ പറ്റുവാണെങ്കിൽ കേട്ട് നോക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ വാക്കുകളൊക്കെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഓപ്ഷൻസിൽ എന്തായാലും നമുക്ക് ഉണ്ടാവുമല്ലോ. നമുക്കിപ്പോൾ കാണാതെ പറയാനായിട്ടല്ല അല്ലെങ്കിൽ എഴുതാനായിട്ടല്ല ചോദിക്കുക, നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻസിൽ അത് ആ വാക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും ക്ലാസ് മുഴുവനായിട്ട് തന്നെ കേൾക്കുക. നമുക്ക് LDCയുടെ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.